നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിൽ സ്വദേശീവൽക്കരണം ദന്തചികിത്സാ രംഗത്തേക്കും വ്യാപിക്കുന്നു. 2 ഘട്ടങ്ങളിലായി 55% സ്വകാര്യവൽക്കരണമാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടം 2020 മാർച്ച് 26-നും രണ്ടാം ഘട്ടം 2020 ഓഗസ്റ്റ് 20-നും ആരംഭിക്കും. ആരോഗ്യ മന്ത്രാലയവുമായുള്ള ഏകോപനത്തോടെയും പങ്കാളിത്തത്തോടെയുമാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ-ഹാജി പറഞ്ഞു. ഇതോടെ മലയാളികളടക്കം വിദേശ ദന്ത ഡോക്ടർമാരുടെ ജോലി സാധ്യതയ്ക്കും മങ്ങലേൽക്കും. 3 അതിൽ കൂടുതലോ വിദേശ ദന്ത ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് പുതിയ തീരുമാനം ബാധകമാകുക. സ്വകാര്യ ആശുപത്രികളും പോളിക്ലിനിക്കും മറ്റു സ്ഥാപനങ്ങളും ഇക്കാര്യം പാലിക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പാക്കുന്നതിന് എല്ലാ നടപടികളും മന്ത്രാലയം സ്വീകരിക്കും. നിശ്ചിത ശതമാനം സൗദിവൽക്കരണം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ആരോഗ്യ മന്ത്രാലയം, കൗൺസിൽ ഓഫ് സൗദി ചേംബേഴ്സ്, സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ്, സാമൂഹിക വികസന മന്ത്രാലയത്തിനു കീഴിലെ മാനവശേഷി വികസന നിധി എന്നിവയുമായുള്ള പങ്കാളിത്തത്തോടെയാണ് ദന്തൽ മേഖലയിൽ സൗദിവൽക്കരണം നടപ്പാക്കുകയെന്ന് മന്ത്രാലയ വക്താവ് ഖലീദ് അബൽ ഖൈൽ പറഞ്ഞു. സൗദി ദന്ത ഡോക്ടർമാർക്ക് പരിശീലനവും തൊഴിൽ നിയമനവും നൽകുന്നതിന് മാനവശേഷി വികസന നിധി വഴി സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും പറഞ്ഞു. ലൈസൻസ് ഉള്ള 5287 സ്വദേശി ദന്ത ഡോക്ടർമാരും 9729 വിദേശ ദന്ത ഡോക്ടർമാരും രാജ്യത്ത് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശീവൽക്കരണം 20%-ലെത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വദേശികളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച വിവിധ പദ്ധതികൾ മുഖേന വിദേശികളുടെ തൊഴിൽ നഷ്ടത്തോത് കൂടിയതായാണ് കണക്കുകൾ. പുതിയ കണക്കു പ്രകാരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മൊത്തം വിദേശികളുടെ എണ്ണം 66 ലക്ഷമാണ്. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശീവൽക്കരണം 20.3% ഉയർന്നിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ നിന്നും ഗോസിയിൽ രജിസ്റ്റർ ചെയ്ത മൊത്ത ജീവനക്കാർ 82.5 ലക്ഷമാണ്. ഇവരിൽ 16.7 ലക്ഷം പേരാണ് സ്വദേശികൾ. വിദേശികൾ 65.8 ലക്ഷം പേരും. സ്വദേശി ജീവനക്കാരിൽ പുരുഷന്മാർ 11.4 ലക്ഷം പേരും സ്ത്രീകൾ 5.3 ലക്ഷം പേരുമാണ്. വിദേശി ജോലിക്കാരിലാവട്ടെ പുരുഷന്മാർ 63.6 ലക്ഷവും സ്ത്രീകളിൽ 2.18 ലക്ഷവുമാണ്. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ വിജയകരമായി തുടരുന്നുവെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 12.3% കുറഞ്ഞിട്ടുമുണ്ട്. 2.5 വർഷത്തിനിടയിൽ 19 ലക്ഷം വിദേശികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. പുതുതായി ടെലികോം, IT മേഖലകളിലും ഹോട്ടലുകൾ, റിസോർട്ടുകൾ തുടങ്ങിയ ആതിഥേയ മേഖലകളിൽ കൂടി സ്വദേശീവൽക്കരണ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും പുതിയ നടപടി കാരണമാകും എന്നു തന്നെയാണ് വിലയിരുത്തൽ. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.